ചങ്ങായിമാരെ ഞാൻ ഇപ്പോൾ ഉള്ളത് ചേളാരി ചെട്ടിപ്പടി റൂട്ടിലുള്ള കൂട്ടുമൂച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു സൈറ്റിലായിട്ടുള്ളത്. എൻ്റെ ബാക്കിലൊരു വീട് കാണാൻ പറ്റും. ഒരു വെറൈറ്റി വീടാണ്. മാത്രമല്ല ഈ വീടിൻ്റെ ഒരു ഒറ്റനില ഗ്രൗണ്ട് ഫ്ലോർ വീടാണ്. ഈ വീടിൻ്റെ മെയിൻ റൂഫ് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കൂട്ട് കയറ്റിയ നാച്ചുറാലിറ്റി ആ ആംബിയൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി തണുപ്പൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് മണ്ണിൻ്റെ ഓടാണ് വിരിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല മഴ സമയത്ത് കുറച്ച് ലീക്ക് ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മളിതാ ഈ വീടൊന്ന് ഫുള്ള് കാണിച്ചെടുത്താൽ വീടിന് ഒരുപാട് വെറൈറ്റി ഉള്ള സ്ഥിതിക്ക് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് ഭാഗം കാണിച്ചു തരാം. ഫുള്ള് സെറ്റപ്പാട്ടോ. ഒരു എയർ സർക്കുലേഷന് മാത്രമല്ല നാച്ചുറൽ എന്ന് പറഞ്ഞാൽ പക്ക നാച്ചുറൽ. വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് വരെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ചെങ്കല്ല് കറക്റ്റ് പോളിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഫ്ലോർ ടൈൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മാർബിൾ ആട്ടോ, കട്നി മാർബിൾ നല്ല പോളിഷ് ചെയ്ത് അടിച്ച് പൊളി. ഇവിടെ അങ്ങനെ കെടുന്നുറങ്ങി പോകും കാറ്റിട്ടിക്കുകയാണെങ്കിൽ. അതേപോലെ റൂഫ് കണ്ടെടുത്താൽ ടോപ്പിലെ റൂഫ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു പട്ടികമേ 2 ഓടാ, അതായത് മണ്ണിൻ്റെ സീലിങ്ങോട് വിത്ത് മണ്ണോട്. പിന്നെ ഈ ചുമര കണ്ട ഫുള്ള് ഗ്ലാഡിങ് സ്റ്റോൺ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ്. വീടിൻ്റെ ഉള്ളിലേക്കുള്ള മെയിൻ ഡോറാണ് ഈ കാണുന്നത്. 2 പൊളി കേട്ടോ, നല്ല പോളിഷ് ചെയ്ത് കുട്ടപ്പനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ റൂഫ് നല്ല ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവില്ല, ചൂട് കാണാൻ സാധനം ഉണ്ടാവില്ല. ഇത് ലിവിങ് ആണ്. ഇവിടെയൊക്കെ സോഫ കാണാൻ പറ്റും. ഈ ലിവിങ്ങിന് നേരെ വരുമ്പോൾ നമുക്ക് സിമെൻറ്റിൽ ഇതാ കരിങ്കല്ലിൽ ഒരു ഡിസൈൻ ചെയ്ത കമാനം കാണാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ കാണുന്ന ഏരിയ ഫുള്ള് വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാളാണ് ഈ വീടിൻ്റെ പ്രത്യേകത. എവിടെ ഇരുന്നാലും തണുപ്പ് പക്ക. പിന്നെ റൂഫൊക്കെ ഇവിടുത്തെ റൂഫ് എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഡിസൈൻ മൈസൂർ കൊട്ടാരത്തിലൊക്കെ ചെയ്ത അതേ ഡിസൈൻ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ, അവിടെയൊക്കെ ഫുള്ള് സെറ്റാക്കി റെഡിയാക്കി. പിന്നെ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ വീടിൻ്റെ ഫ്ലോറിങ്, റൂഫ്, അതേപോലെ തന്നെ ഈ കാണുന്ന ഹാളിലെ നടുമുറ്റാട്ടോ കണ്ടോ, ഫുള്ള് സെറ്റ്. നടുമുറ്റത്തിൻ്റെ ഫില്ലറൊക്കെയാണ്. നടുമുറ്റത്തിൻ്റെ ഫില്ലർ കരിങ്കല്ലിൽ കൊത്തി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ഫില്ലർ ഇവിടെയും കാണാൻ പറ്റും. ഇതിന് കവർ ചെയ്യണ ഇതിൻ്റെ ആ വെയിറ്റ് എടുക്കണ ആ ടോപ്പിലെ ബീം യു ഷേപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കരിങ്കല്ലിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നടുമുറ്റത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ 2 സ്റ്റെപ്പ് കാണാൻ പറ്റും. അതിൻ്റെ സൈഡിൽ നല്ല വെറൈറ്റി വേറെയും. അതേപോലെ തന്നെ ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ആ നടുമുറ്റം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു ചാരുപടി കോൺക്രീറ്റ് അല്ല, അതും ചെങ്കല്ല് കറക്റ്റ് പൊളിച്ച് ഡിസൈൻ ചെയ്തിരിക്കാൻ ടൈം പോളിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താ സെറ്റപ്പ് ഒക്കെ അടയ്ക്കാം. ഒരു എൽ ഷേപ്പിൽ അവിടെയും കാണാൻ പറ്റും, ഒരു എൽ ഷേപ്പിൽ ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നടുമുറ്റത്തിൻ്റെ ഫ്ലോറിലെ ടൈൽ എന്ന് പറഞ്ഞാൽ ആത്തൻകുടി ടൈലായിട്ട്, ചെറിയ ടൈലാണ് ആത്തൻകുടി. അതൊക്കെ നല്ല എക്സ്പോർട്ട് പണിക്കാർ ഇമ്പോർട്ട് ചെയ്ത് കണ്ട് വിരിപ്പിച്ചാൽ കളയുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, വെള്ളം പോകാൻ വേണ്ടി ഡ്രെയിനേജ് അങ്ങോട്ടുണ്ട്, അത് ഇവിടെ ഉണ്ട്. അതേപോലെ സെൻറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അവിടെ ഒരു തുളസിത്തറ കാണാൻ പറ്റും കണ്ടോ, സെറ്റാണ്. തേക്കാൻ പാടില്ല, അത് തേച്ച് കാണുന്നതിന് സ്റ്റൈൽ പോയി. അപ്പോൾ അതൊക്കെ റെഡി. മോൾക്ക് നോക്കിയാൽ ഫുള്ള് വെള്ളം വന്ന് കണ്ട് ഇവിടെ വിൽക്കുക ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ വീട്ടിൽ പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ട്രബിൾ എന്താ വെച്ചിട്ടാണെങ്കിൽ ഇവിടെ ഈ നടുമുറ്റത്തേക്ക് വെള്ളം വീണതിനെ കൂടി തന്നെ ഇതിൻ്റെ റൂട്ട്, അതായത് കുയ്യടിയിൽ കുറച്ച് ലീക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ലീക്ക് ക്ലിയർ ചെയ്തില്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഉറ്റുകയാണ്. ഇപ്പോൾ ഫ്ലോറിലൊക്കെ വെള്ളം അയക്കുകയാണെങ്കിൽ പൊതുവെ ആൾക്കാർ വെളുക്കി വീകുമല്ലോ. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നോട്ടോ. ഇനി ആർക്കെങ്കിലും വീടൊക്കെ ഇഷ്ടപ്പെട്ട് ഇത് ഫുള്ളായിട്ട് ഒരു ഹോം ടൂർ ചെയ്യണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഫുള്ളായിട്ട് നമ്മൾ പിന്നൊന്ന് കാണിച്ചു തരണം. ഇനി നമുക്ക് മുകളിൽ കയറിയിട്ട് ആ സെറ്റപ്പുകൾ എങ്ങനെ ക്ലിയർ ചെയ്യുന്നു എന്നുള്ളത് കാണാം. ഓടുമ്പുറത്ത് എന്ത് പണിക്കും വേണ്ടി സിമെൻറ്റ് കൂട്ടുകയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട റേഷ്യോ എത്രയെന്ന് വെച്ചിട്ടാണെങ്കിൽ 1:3. ഇതിപ്പോൾ എങ്ങനെയാണെന്നറിയോ, 6 ചട്ടി തേപ്പിൻ്റെ പൊടിക്ക് 2 ചട്ടി സിമെൻറ്റ് ഇട്ടുകൊണ്ട് 3 മാറി മറിച്ചെന്ന് മാത്രമല്ല ക്ലൈൻറ്റിന് ആ ഓടിൻ്റെ അതേ ചുവപ്പ് കളർ ഏകദേശം അതിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈകളുടെ കാവിപ്പൊടി വാങ്ങിയിട്ട് അത് ആവശ്യാനുസരണം നമ്മളെന്ത് ചെയ്യുക, കുടഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് ഈ സെറ്റപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി തണ്ണി ഒഴിച്ചിട്ട് നമ്മൾ വെട്ടി നുറുക്കുക. അപ്പം ഈ പീസിൻ്റെ മുകളിലാണ് ഇപ്പം മൂലോട് നിൽക്കുന്നത്. ഓക്കെ, സെറ്റ്. അപ്പം ഇനി വെക്കാൻ വേണ്ടി പോണ ഓടി ഇങ്ങനെ പൊന്തിച്ചാൽ ഇവിടെ മൂല ഇളകുന്ന കാര്യം ഉറപ്പ് വേണേനും. എന്നാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഇതിൻ്റെ അടിയിൽ സീലിങ്ങിൻ്റെ ഓടുണ്ട് ഇട്ടതാ കണ്ടോളി. ഈ ഓടിൻ്റെ കുറ്റി ഉണ്ടല്ലോ, ഈ ബാക്കിൽ കാണുന്ന കൊളത്തന കുറ്റി. ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ആ കുറ്റി തട്ടണം. ഇതാ കുറ്റി തട്ടിയിട്ട് വേണം നമ്മൾ ഉള്ളിൽ കയറ്റാൻ. ആകെ സെറ്റിട്ടോ. എന്നാ മച്ചാനെ ഒരൊറ്റ സഹായം പാടെ, ഇതും പാടെ മൂലോടിൻ്റെ അടുത്ത് ഓട് പൊട്ടിക്കല്ലേ കുട്ടികളെ. അയ്യോ റെഡിയല്ലേ, മൂലോടിൻ്റെ അടുത്ത് ഓട് പൊട്ടിക്കല്ലേ, റിക്വസ്റ്റ് ആട്ടോ. സെറ്റ്. കോണിത്താ അതിന് നമുക്ക് എന്താണെന്നറിയോ, ഇത് കൂടെ നമ്മളിപ്പോൾ ഇവിടെ കോണിച്ച് കണ്ട് സിമെൻറ്റ് അങ്ങോട്ട് കൊണ്ടുപോലൊരു വെള്ളമില്ല. ആ മുകളിൽ പോയിട്ട് ഓടൂരാൻ കുറച്ച് റിസ്ക് ഉണ്ട്. ഞങ്ങൾ ഏറ്റോളാം, നിങ്ങളിവിടെ നിന്നാൽ മതി. അതുകൊണ്ട് ആ കയറൊന്ന് ലൂസാക്കിയാ. കയർ ലൂസാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് വരാൻ വേണ്ടി പോട്ടോ. ഇത് ഇതേപോലെ എന്ത് ഓട് ലീക്കാതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റിസ്ക് കാണിച്ചു തരാണ്. ഇതല്ലാതെ ഇപ്പോൾ ഈ വീടുമ്പൽ നമ്മളെ പണി സെറ്റാക്കാനുള്ളൊരു വകുപ്പ് വേറില്ല. എന്തേ വാൻ്റെല വെച്ചില്ലേ, അയ്യോ അപ്പുറമല്ല, ഞാൻ ഇവിടുന്ന് സാധനം എറിയും. ഇവിടുന്ന് സാധനം എറിയുമ്പോൾ നേരെ ഉള്ളിലെ കുയ്യടിയില്ലേ, അതിൽ സാധനം വരും കേട്ടോ. വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക, ഫില്ലർമ കെട്ടുക. എന്നിട്ട് കെട്ടിയിട്ട് എന്തിനാണെന്നറിയോ, എനിക്ക് ഇവിടെ ആ കയറുമ്മ കൂടെ പോയിട്ട് അവിടെ 2 ഓട് ഊരി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ കൂടെ സാധനം പാസ് ചെയ്യാം. കുറച്ച് ഡേഞ്ചർ ആട്ടോ, കുട്ടികളെ ശ്രദ്ധിക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കണേ.
കാരണമല്ലേ മോൾക്ക് കേട്ടോ എമ്മാതിരി വെയിലാന്നറിയോ. കയർ ലൂസായി കൊടുക്കി എല്ലാവരും പണി കണ്ടിക്കല്ലേ. നാലാൾക്കാർ അപ്പുറപ്പുറമൊക്കെ നിൽക്കി. അയ്യവാ കയറത്തിട്ടോ. നിശാമേ കുയ്യടിക്ക് സാധനം വരട്ടോ. ഏകദേശം ഒരു മറി നോക്കിയാണ്ട് കോണി പിടിച്ചാ ഓക്കെ അല്ലേ? എറിയാൻ പോകട്ടോ. എറിയട്ടോ. അയ്യവാ എത്തിയോ? അത് കാണണല്ലോ. അത് കാണണല്ലോ. അവിടെ കരിങ്കല്ലിട്ട് കെട്ട്. അയ്യവാ അവിടെ പോയി കണക്കിയാ. അതാ ഏറി പറഞ്ഞാല്. നോക്കട്ടെ തൊടല്ലേ. അത് തൊട്ടോ. ഇതാ ഒറ്റേറാ ലൈവ കാണിച്ചു തരണേ. കള്ളപ്പണിയില്ല. അയ്യവ കിട്ടിയില്ലേ? ഏറെങ്ങനുണ്ട്? നിങ്ങൾ തന്ന ഔലും വെള്ളത്തിന് നഷ്ടം വന്നില്ല. ഔലും വെള്ളത്തിനൊന്നും നഷ്ടം വന്നിട്ടില്ല. ഇത് നേരെ എന്ത് ചെയ്യുന്നറിയാം? ഇത് എന്തിനാ ആക്കാൻ മനസ്സിലായെങ്കിൽ ഇത് നമുക്ക് കൈക്കൂടെ വരാനാ. അജിമോനെ വലിച്ചോ ടൈറ്റാക്കിയോ? അയ്യവ സെറ്റ്. അയ്യവ ഇനി അയ്മ പോരെ. ഇനി ഡയറക്റ്റ് കയറി പോരെ. വന്നോ. ഒന്നും ആവില്ല. അവിടുത്തെ മൂലൊന്നും പൊട്ടൂല. ഞങ്ങളെന്താണെന്നറിയോ? ഞങ്ങളെ വർക്ക് ഏൽപ്പിച്ചാൽ കുറച്ച് തൊള്ളും പുളി നായാട്ടൊക്കെ ഉണ്ടാവുന്നുള്ളൂ. വർക്ക് പക്കാക്കി തരും. പോരിട്ടോ. വേം വാ. എവിടെ ഇനി എന്തെന്നറിയോ? ഇനി ആ കയറിൻ്റെ ബാക്കി കൗങ്ങിന് കെട്ട്. അത് എന്തിനാണെന്നറിയോ? 2 ചുറ്റിട്ട്. അതായത് ഒരു വ്യക്തി അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പം അവിടെ കയറിന് പിടുത്തം കൊടുത്തില്ല. ഇവിടെ നമ്മൾ പിടുത്തം കൊടുത്തു. അവിടെ കെട്ടേ. അവിടെ എടുത്ത് കാണുന്ന മരത്തിന് കെട്ടേ. അയ്യവാ പോരെ. കാരണം എന്താ അറിയോ? ഈ ഓടിന് പെയിന്റ് അടിച്ചുകൊണ്ടാണ് കരിയട്. അയ്യവാ ചുറ്റി 4 ചുറ്റിട്ട്. റെഡി. ഞാനും വരാം. അയ്യവാ ഇനി കോണി വെക്കാണ്ട് കേട്ടോ. ആയില്ല. ഇത് ലൈവിൽ കാണിച്ചു തരാണ്. ലൈവില് എന്തായി? അല്ലടാ അവിടെ വെറുതെ ചുറ്റിട്ട് അങ്ങനെ ചെറിയ ലൂസ്മെന്റ് ചുറ്റി. ലൂസ് അത് മതി. പോട്ടെ. ഇല്ല ഒന്നാവില്ല. ആ ചെറിയ അയിലിട്ടാ കെട്ടി. നിശാമ കെട്ടി കൊടു. അത് 4 ചുറ്റിട്ടാ മേടാ. 4 ചുറ്റിട്ടാ മതി. നിങ്ങൾ കലാസി പണിക്ക് പോണ മാതിരിയാ. എന്താണ് എടുത്ത് മുമ്പിൽ കാണുന്നത്? ആ സാധനത്തിൽ കെട്ടാൻ പറഞ്ഞാൽ ഓടിക്കെട്ടണം. നമ്മളെ മുമ്പിൽ കാണുന്ന സാധനമൊക്കെ നമ്മളെ ആയുധങ്ങളാണ്. എത്ര പഠിപ്പിച്ചെന്ന് നിങ്ങൾക്ക്. ഓക്കെ അല്ലേ? റെഡി. അജയ് ബൈക്കോ ഇതാ പോണിക്കാ. എന്താ രസം. നിശാമ അനക്കമാണ് കയറട്ടോ. അനക്കമാണ് കയറാം. ഇതാണ് നമ്മളെ നടുമുറ്റം. ഈറ്റില്ലം നടുമുറ്റമുള്ള വീടാണ്. സമയം 12:30 1 മണിയാണ് ഇപ്പം. ഞാൻ അവിടെ ഓടൂര. അവിടെ തന്നെ ഊരാ. എന്താട്ടോ? ഓടുമലൊന്നും കാല് വെക്കാനില്ല. പൊട്ടി മുലോട്ടി 3 മുലോട് പോയിണ്. ഇതൊക്കെ അവിടെ നോട്ടെ. അവിടെയുള്ള മൂലോട്ടിനൊന്നും ഒരു കുഴപ്പമില്ല. ഇനി അറിയാം. ഇതിനാണ് കുഴപ്പം വന്നേ. അതന്നെ പൊട്ടിയാണ് സാധനം. നിശാമേ ഇനി ഉള്ളിലേക്ക് കോണിയേറ്റോ? കോണി ഉള്ളിക്കുവാ. ഈ കുയ്യടി കുറച്ച് വലിപ്പമുണ്ട് അല്ലേ? ഏത്? ഇത് 2 ചെറുതല്ലേ? എന്തായാലും ചെരിവുണ്ട് കേട്ടോ. ചെരിവുണ്ടായതുകൊണ്ട് ഒരു കല്ലുമുട്ടി വെച്ചിട്ട് അവിടെ ഇവിടെ ഊരാ. ഇവിടുന്ന് ഊരണ നിശാമേ. അല്ല ഭീമിൻ്റെ അപ്പുറത്തേക്ക് ഉള്ളൂ. ഒന്നും പാടെ ഇതാട്ടോ. അക്കടച്ച അല്ല നമുക്ക് കോണി ചാരിയൊക്കെ ഉണ്ടേ. ഇനി എന്താ വേണ്ടി? ഇനി ഇത് ഊരിയിട്ട് കാര്യമുണ്ടോ? ഇതെല്ലാം ഓടും ഇവിടെ വെക്കാം. അതൊന്നും നമ്മുടെ കുഴപ്പമുള്ള കാര്യമില്ല. എല്ലാം ഒരു കമ്പനി ഓടാ. ഈ ഓടേ ഒക്കെ ഒരു കമ്പനി ഓടായതുകൊണ്ട് പേടിക്കാനില്ല. കമ്പിയൊക്കെ പൊള്ളിക്കുന്നു കേട്ടോ. ഓടൊക്കെ എമ്മാതിരി ചൂടല്ലേ. വീടിൻ്റെ അടിക്ക് ചൂടില്ലാത്ത നോക്കണ്ട. ഓട്ടുംപുറത്ത് ഉച്ചക്കൊന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ചൂടാണ്. പക്ഷേ ഈ ഓടിൻ്റെ പ്രത്യേകം എന്താ അറിയോ? ചൂട് പെട്ടെന്ന് വരും ചെയ്യും, അതേപോലെ ചൂട് പോവുകയും ചെയ്യും. ഒരു 3 മണിയാകുമ്പോഴത്തേന് ചൂട് പോകും. വെറ്റ അയവ. അങ്ങനെ സാധനം ഇവിടെ എത്തി. ഇതേപോലെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വന്നോട്ടാ. ഇതിൻ്റെ മുകളിൽ സിമെൻറ്റ് എത്തിക്കഴിഞ്ഞാൽ ഈ മൂലയ്ക്ക് സിമെൻറ്റ് കൊണ്ടുപോകണമൊക്കെയാണ്. ഇങ്ങനെ അല്ലാതെ വേറെ ഒരു സെറ്റപ്പിലും സിമെൻറ്റ് കൊണ്ടുപോകാൻ കഴിയില്ല കേട്ടോ. ഓടുമ്പോൾ കൂടെ നടക്കാൻ പറ്റില്ല. ഇങ്ങനെ വെക്കും, പിന്നെ ഇവിടെ ചവിട്ടും, ഇവിടെ ചവിട്ടിയിട്ട് ഇവിടെ ചവിട്ടിയിട്ടാണ് ഇവിടെ എത്തിക്കണത്. ആ തട്ടി. അതായത്
ഏത് വർക്കായാലും കള്ളത്തരം അനുവദിക്കൂല. അത് നമ്മൾ പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നുണ്ട്. കള്ളത്തരം ഞങ്ങളെ പണി പറ്റൂല. വാങ്ങുന്ന കായ്ക്ക് ഉപഭോക്താവിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനുള്ള പരിപാടിയാണ്. ഏയ് മച്ചാനെ കീളവാടാ, കീളവാ മച്ചാനെ, കീളവാ. ഇതേ പിടി, കേച്ച പിടി. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മളെ അന്നത്തെ പണി? എങ്ങനെയുണ്ട്? കോയിന്നൂർ സ്റ്റാൻഡിൽ ഓട്ടർഷ ഓടിക്കണ നമ്മളെ ചങ്കാണി കാണുന്നത് നിഷാം ജി. എന്നിട്ട് കയറിപ്പോട്ടെ. കാരണം അല്ലേ വൈകുന്നേരം ഉണ്ടല്ലോ എത്ര പോലെ മഴ ചെയ്തോട്ടെ ഒരു ടെൻഷനും ഇല്ല. ഇതൊക്കെ സാധനം ഉറച്ചിന് കേട്ടോ. അത് അത്രയും സ്ട്രോങ് ആണ്. ഇതാ കയറിപ്പോണി മച്ചാനെ ഒന്ന് കാണിക്കാൻ നടക്കട്ടെ. ഇതാ വരുന്നേ ചട്ടി ഇവിടെ വെച്ച് ഇങ്ങനെ വെച്ച് കാലിപ്പുറത്തേക്ക് വെച്ച് ഇങ്ങനെ വെച്ച് മാറ്റി ഇടം പോലെ മാറ്റി ഇങ്ങനെ ഇവിടെ എത്തി കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യേണ്ട അറിയോ? എന്നാ ആദ്യം ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ഇതാ 3 ഇട്ടോ സാധനം വന്നിണോ? വെള്ളം കുടഞ്ഞ് സിമെൻറ്റിൻ്റെ പോയിട്ടാ. എന്നാ സിമെൻറ്റിൻ്റെ പൊടി നല്ല ഇട്. അയവ ആ ഏരിയ മൊത്തം സൂപ്പറാക്കി ഇട്ട്. ഇപ്പം ആ വള്ളത്തിൻ്റെ വലിവിൻ്റെ കൂടെ തന്നെ സിമെൻറ്റ് വലി ഒട്ടിപ്പിടിച്ചേ. ഇനി നേരെ അവിടെ അങ്ങോട്ട് കോരിട്ട് കണ്ട് എന്താ ചെയ്യാവണേ സെറ്റാക്കി ഒതുക്കിയെടുക്കുക കേട്ടോ. എത്ര പെട്ടെന്നാ പണി ഇരുന്നറിയോ? ഈ ഷീറ്റിൽ ഇങ്ങനെ നോക്കുമ്പോഴേ ഈ കട്ടിങ് ഇപ്പോൾ ഒരു വര മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പം ഈ ഭാഗത്തുള്ളോടും മുട്ടിച്ച് വെച്ചിക്കാണ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഉണ്ടല്ലോ 6 മീറ്ററിലേറെ ലെങ്ത് ഉണ്ട് ഈ കുയ്യടി. അപ്പോൾ അവിടുന്ന് വെള്ളം വരുന്ന സമയത്ത് ഈ ഷീറ്റിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഷീറ്റിലാണ് ബാക്കിയുള്ള പീസൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ പീസുമ്മലൊക്കെ തട്ടിക്കാണ്ട് വെള്ളം തെറിക്കും ഒന്ന്. അപ്പോൾ അതൊക്കെ ഇല്ലാതൊക്കെയാണ് നമ്മൾ സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഷീറ്റിലേക്കുള്ള വെള്ളത്തിന് ഇറങ്ങലെന്നാണ് അവസാനിച്ച്. മതിട്ടോ. സിമെൻറ്റ് ഗ്രൗട്ട് അടിച്ചിട്ടുണ്ടെങ്കിയാ അജയ് സെറ്റായി. ഇതിൽ കുറച്ച് കാവിപ്പൊടി ഇടാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ടായില്ല, സാധനം ഉണ്ടായില്ല. സംഭവം നേക്കായി. ഇത് ഞാൻ വേണമെങ്കിൽ ഒന്ന് ചോപ്പ് പെയിൻറ്റ് ഇതുമേലെ അടിച്ചു കൊടുത്താൽ മതി. അതെങ്ങനെ അടുക്കൂല, അതിൻ്റെ ഗ്യാപ്പ് അങ്ങനെയാണ്. അത് കമ്പനി അതിൻ്റെ മാനുഫാക്ചറിങ് അങ്ങനെ തന്നെ ഉണ്ടോ. ഇത് അങ്ങനത്തെ ഒരു സീലിംഗ് ബോർഡാണിത്. സീലിങ്ങിൻ്റെ കൂടെ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പം എന്താ പാടമൊക്കെ ഇട്ടാ 2 പൊന്തിച്ച് അത് കയറ്റിട്ട് ഇറങ്ങണ്ടോ നോക്കും. എന്താ ലോക്കാണോ നോക്കി സെറ്റ് 2 പൊന്തിച്ച് ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് നോക്കി. സെറ്റ് അത് കയറ്റിച്ചാ എനിക്കും വേണ്ട പഠിക്കുക. ഇപ്പം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇതോളാം ഒറ്റക്കും വേണമല്ലോ ചെയ്യുക. ഈ 3 പേരില്ലേ ഈ ജോയിൻറ്റ് എല്ലും കൂടെ ഒപ്പരം വന്നു നോക്കിയാൽ എന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ കിടുക അണ്ട് കുത്തി. അന്ന് നിങ്ങൾ പേടിക്കേണ്ട, അക്ക സെറ്റാക്കിയിട്ടേ പോവുള്ളൂ. ഏതാ കുയ്യടിൻ്റെ പണി വയ്ക്കുകയാണ്. ലെങ്തി സാധനം 1 2 അതേപോലെ ഇപ്പുറത്തേക്ക് തിരിയാണെങ്കിൽ 3 നേരെ ഇപ്പുറത്തേക്ക് തിരിയാണെങ്കിൽ 4. ഓക്കല്ലേ അക്കെ എടുത്ത് വലിച്ചേരെ, പൊട്ടിയൊക്കെ എടുത്ത് വലിച്ചേരി കൊണ്ടാ വലുതട്ടിക്കാം. ഇത് ചെറുത്, ഇത് 8. ഇത് കറക്റ്റാക്കി കൊണ്ടുവന്നോണ്ട് നന്നായി. ഇപ്പം റെഡി അല്ലേ? ഞാൻ വലുതട്ടിയാ. ഇതൊക്കെ ശരിക്കും സിമെൻറ്റ് ഇടണം. സിമെൻറ്റ് ഇടാതെ തരികിട കാണിച്ച് പോയതാട്ടോ. ഇനി നോക്കല്ലേ. അപ്പം നേരത്തെ പൊട്ടിയ മൂലോടാണ് മാറ്റണത്. 1 2 സംഭവം നേക്കായിട്ടോ. ഇനി വെള്ളം ഇങ്ങനെ 4 ഭാഗത്ത് കൂടെ ഒലിച്ചിറങ്ങിയാണ്ട് നേരെ എന്ത് ചെയ്യും? ഇപ്പം താഴത്തെത്തി. വറ്റ സെറ്റ് കേട്ടോ. ഞാൻ ചായ എടുത്താക്കി. പരിപാടി ഫുള്ള് പക്ക ഉഷാറാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് വെറൈറ്റി ആണ്. കായ് തരാൻ വേണ്ടി ക്ലൈന്റ് ഇല്ല, ക്ലൈന്റിന്റെ മോനാണ്. മൂപ്പര് 200 ഇരിക്കൂല. അതൊക്കെ മൊബൈൽ വഴി ഉള്ള ട്രാൻസ്ഫർ ആണല്ലോ. എന്തേ നിങ്ങൾ എത്തുമ്പോഴത്തേക്ക് അവിടെ എത്തിയിരിക്കും. പൈസ എത്ര അറിയോ? 4500.